ഇപ്പൊ ചാറ്റ് GPT AI ഒക്കെ വെച്ച് നമുക്കൊരു ഫോട്ടോ എങ്ങനെ വേണേ ആക്കാം. ഞാനപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തൊക്കെ നിർത്തി. ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ജു ചേച്ചിയുടെ ഒരു ഫോട്ടോ ചാറ്റ് GPT അയച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് കുറച്ച് പ്രായമാക്കി കാണിക്കുക. അപ്പൊ ചാറ്റ് GPT അതേ ഫോട്ടോ എനിക്ക് തിരിച്ചയച്ചിട്ട് പറഞ്ഞു ഇതിന് ഓൾറെഡി നല്ല പ്രായം. ഞാൻ പെട്ടെന്ന് ഇപ്പൊ പെർഫോം ചെയ്യണം എന്ന് പറയുന്നത് ഈ എനിക്കൊരു ബക്കറ്റും കപ്പും കിട്ടുമോ? ബാത്റൂമിൽ പിന്നെ പോവാം. ഇത് റീമി ടോമി എങ്ങാനും ഒരാണായിരുന്നെങ്കിൽ റീമി ടോമിയും പേളിമാണിയും കൂടെ പ്രേമിച്ച് അവർക്കൊരു കൊച്ചുണ്ടായാൽ അതിന്റെ മണ്ടത്തിനെ പറയാൻ ഈ ലോകത്ത് ആരെ കൊണ്ടും പറ്റുന്നില്ല. സഹിക്കാൻ പറ്റാണ്ടായി പോയത്. നോക്കിയപ്പോ ഇവിടെ അടുത്ത് താമസിക്കാൻ ലോഡ്ജോ ഹോട്ടലോ ഒന്നും ഇല്ല. ദൂരെ നോക്കിയപ്പോ ഇവിടെ ഒരു വെട്ടം കണ്ടത്. ആ വെട്ടം കണ്ട് വന്നതാ. അയ്യത് ആളായിരുന്നാ? അയ്യോ സോറി കേട്ടോ, ഞാനിപ്പോ 10 മിനിറ്റ് കൊടുത്തനെ. ഞാൻ വിചാരിച്ച മറ്റേ പേർഷ്യൻ കേട്ടായിരിക്കും. പ്രിയമുള്ള യക്ഷിക്ക് അതെന്താ? പ്രിയമുള്ള ലക്ഷ്മിക്ക്. പ്രിയമുള്ള ലക്ഷ്മിക്ക് എന്നാണ് മോനെ എഴുതിയത്. ആ അടക്കേ ഇതെന്താണ്? കാശത്തക്കോറ ദിവസങ്ങളായി. ഇതെന്താ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എനിക്കാനി നേ കുറച്ചോള ഓറമ്മ കളണ. ഇതെന്തത്? എനിക്ക് കുറച്ച് നാളായി നിന്നെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഉറഞ്ഞാൻ കഷിയോ നില്ല. എന്തത്? ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന്. അനക്കോ നോക്ക്, നീയല്ലാതെ ഏനക്ക ഒരു പദം ഇല്ല. എന്തത്? നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഈയിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടോ പേളിമാണി മുടി സ്ട്രൈറ്റ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടോ. അതാ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചാ വന്നത്. തൊട്ടുമുമ്പത്തെ എപ്പിസോഡ് വരെ എന്റെ മുടി സ്ട്രൈറ്റ് ആയിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്തത്. അപ്പൊ എല്ലാം തിരിച്ചു. അപ്പൊ ഞാനൊരു ബ്യൂട്ടി പാർലർ എറണാകുളത്ത് പോയപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു, മുടി സ്ട്രൈറ്റനിങ് 2000 rupees, പേളിമാണി 2 lakh rupees. ഇതൊക്കെ നിവർത്തണമെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നിട്ട് വെൽഡ് ചെയ്ത് നിവർത്തി എടുക്കലല്ലാതെ വേറെ ഒരു പണിയും നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.